ലോക അറബി ദിനം ഡിസംബർ 18-നാണ്. അതോടനുബന്ധിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. 2010 മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ ദിനം 1973 ഐക്യരാഷ്ട്രസഭ അറബി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കുകയും 1973 ഡിസംബർ 18-നാണ് ആ സംഭവം. അതിനുശേഷം 2010 മുതൽ ഏകദേശം 10-15 വർഷത്തോളമായി ലോക അറബി ദിനം ഡിസംബർ 18-ന് ആചരിച്ചു വരികയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഈ ചർച്ച. എൻ്റെ കൂടെ ഞാൻ സുഫിയാൻ അബ്ദുസ്സലാം, എൻ്റെ കൂടെ ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവറുകളാണ്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളിലേക്ക്, അറബി ഭാഷയുമായി ബന്ധപ്പെട്ട അതിൻ്റെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളിലേക്ക്, എങ്ങനെയാണ് അറബി ഭാഷയ്ക്ക് ഇത്രയധികം പ്രചാരം നമ്മുടെ നാട്ടിൽ ലഭിച്ചത്. കാരണം ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഇവിടെ സംസ്കൃതം പോലെയുള്ള ഭാഷകളുണ്ട്. സംസ്കൃതം പോലെയുള്ള ഭാഷകൾക്ക് വേണ്ടത്ര ജനങ്ങളിൽ, സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ അതിന് സ്വാധീനമില്ല. അതേസമയം അറബി ഒരു വിദേശ ഭാഷയാണ്. ആ വിദേശ ഭാഷ ഇവിടെ ഇന്ത്യയിൽ തന്നെ മുസ്ലിങ്ങളും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കുകയും ഹിന്ദിയിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലാണെങ്കിലും ഒക്കെ അറബിയുടെ ഒരു സ്വാധീനം, അറബി പദങ്ങൾ പലതും പല ഭാഷകളിലേക്കും കടന്നു ചെന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം പ്രചരണവും ഇതിന് ലഭിച്ചു എന്നത് ഒരു അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് സംബന്ധമായി നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാം. അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് അതുമായി ബന്ധപ്പെട്ട എന്തുകൊണ്ടാണ് അറബി ഭാഷയ്ക്ക് ഇത്രയധികം സ്വാധീനമുണ്ടായത് എന്നതിലേക്ക് അത് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അറബി ഭാഷ 1973 യുനെസ്കോ അംഗീകരിച്ചത് വെറുതെ ഒന്നുമല്ല. ആ കാലഘട്ടത്തിൽ ഏകദേശം അറിയപ്പെട്ട 7000-ലേറെ ഭാഷകൾ ലോകത്തുണ്ട്. അതിൽ തന്നെ ലീഡിംഗ് ഭാഷ എന്നറിയപ്പെടുന്ന 100-ൽ താഴെ ഭാഷകളുണ്ട്. എന്നിട്ടും 5-6 ഭാഷകളുടെ കൂട്ടത്തിൽ ഒരു ഭാഷയായി അറബി ഭാഷയെ തിരഞ്ഞെടുത്തു എന്നത് യാദൃച്ഛികമായിരുന്നില്ല. ഒന്നതിൻ്റെ ക്ലാസിക്കൽ സ്റ്റാറ്റസ്, ചരിത്രാതീത കാലം മുതൽ തന്നെ അറബി ഭാഷയ്ക്ക് എല്ലാ അർത്ഥത്തിലും ക്ലാസിക്കൽ എന്ന് പറയാവുന്ന സ്റ്റാറ്റസ് ഉണ്ടായിട്ടുണ്ട്. അത് പല ഭാഷകൾക്കുമില്ല. സംസ്കൃതം പോലെയുള്ള ഭാഷകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നുവെങ്കിലും അതൊരു ക്ലാസിക്കൽ ഭാഷയാണ്, ശരി തന്നെയാണെങ്കിലും അത് നൂറ്റാണ്ടുകളെ അതിജീവിച്ച് ലോകത്തിലെ ഒരു ഭാഷയാവാൻ എന്തോ കാരണങ്ങളാൽ, ഒരുപക്ഷെ അതിൻ്റെ വ്യാപനത്തിൻ്റെ കുറവോ ഒക്കെ ആയിരിക്കാം. പക്ഷെ അങ്ങനെ അറബി ഭാഷ അതല്ല. പ്രിമിറ്റീവ് അറബ്സുകൾ സംസാരിച്ചിരുന്ന ആ ഭാഷയിൽ നിന്ന് നിഷ്പത്തി ചെയ്ത് സ്ഫുടം ചെയ്തെടുത്ത ഈ ഭാഷ ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തപ്പെടുന്ന, ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഭാഷകളിലൊന്നായി മാറി എന്നതാണ് യുനെസ്കോ അതിനെ അംഗീകരിക്കാനുണ്ടായ കാരണം. ആ അംഗീകാരത്തോടു കൂടി തന്നെ ലോകത്ത് അറബി വ്യാപനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അറബ് നാടുകളുടെ ഒരു 1970 കാലഘട്ടത്തിലാണ് അറബി നാടുകളുടെ ഒരു വികസന വിസ്ഫോടനം ഉണ്ടാകുന്നത്. എണ്ണയുടെ കാര്യത്തിലും അറബ് നാട് സമ്പന്നമായപ്പോൾ അവർ വിദ്യാഭ്യാസ മേഖലയിൽ കയറി വരികയും അവരുടെ പാരമ്പര്യം, ഒരു കാലഘട്ടത്തിൽ മധ്യനൂറ്റാണ്ടുകളിൽ അറബികളായിരുന്നു എല്ലാ വിജ്ഞാനത്തിൻ്റെയും അനുയായികളും അതിൻ്റെ നേതൃത്വം നൽകിയത് എന്ന ചരിത്രത്തിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു നവോത്ഥാനം അറബി നാടുകളിലുണ്ടായി. അപ്പോൾ സാമ്പത്തികമായ നവോത്ഥാനവും സാംസ്കാരിക പൈതൃകവും കൂടി യോജിപ്പിച്ചപ്പോൾ അറബി ഭാഷയ്ക്ക് ലോകത്ത് സ്വാധീനമുണ്ടായി എന്നതാണ് സത്യം. അതൊരു ഖുർആനിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായി പിൽക്കാലത്ത്. പക്ഷെ അതിൽ നിന്നും മാറി വലിയ ഗ്രന്ഥങ്ങളുടെ ഭാഷയായി, ശാസ്ത്രത്തിൻ്റെ ഭാഷയായി, പിന്നീട് വ്യവസായ വിപ്ലവം കഴിഞ്ഞ് അറബികൾ എണ്ണ കണ്ടുപിടിച്ച് അവർ വ്യവസായികമായി മുന്നേറിയപ്പോൾ വ്യവസായത്തിൻ്റെ ഭാഷയായി.
സ്വാഭാവികമായും ഗ്ലോബലൈസേഷൻ വ്യവസായികൾക്ക് ഒരു കൈക്കുമ്പിളിൽ ലോകം എന്നൊരവസ്ഥ വന്നപ്പോൾ അതിന് അറബി ഭാഷ അനിവാര്യമായൊരു ഘടകമായി അതിൽ വർത്തിക്കുകയും ലോകത്ത് തന്നെ അറബി യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം അറബി ഒരു അറിയപ്പെട്ട ആവശ്യമുള്ള പുരോഗതിക്ക് ആവശ്യമുള്ള ഭാഷയായി മാറുകയും ചെയ്തു. അതാണ് ഞാനതിൽ കണ്ട ഒരു ചരിത്രത്തിൻ്റെ ഒരു താവേ. അപ്പോൾ അത് ഇപ്പോൾ അറബി ഭാഷ നമ്മുടെ നാടുകളിലായിരുന്നാലും മറ്റു നാടുകളിലായിരുന്നാലും മറ്റു രാഷ്ട്രങ്ങളിലായിരുന്നാലും മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിട്ടുള്ള രാഷ്ട്രങ്ങളിലൊക്കെ തന്നെയും അറബി ഭാഷയുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. ഇതിനൊരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം, ആ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അത് ആ കാലഘട്ടത്തിൽ ഏകദേശം ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്വഹാബിമാരായിട്ടുള്ളവർക്ക് സഞ്ചരിക്കുകയും അവർ കച്ചവട ആവശ്യാർത്ഥവും മറ്റുമൊക്കെ യാത്ര പോവുകയും അങ്ങനെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു സമ്പന്നമായ ഒരു ചരിത്രം നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. മാലിക് ബിൻ ദീനാറിൻ്റെയും അതുപോലെയുള്ള ചരിത്രങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് പ്രവാചകൻ്റെ കാലഘട്ടമോ അല്ലെങ്കിൽ തൊട്ടടുത്ത കാലഘട്ടത്തിലോ ആയി നമ്മുടെ കേരളത്തിൽ തന്നെ അറബികൾ കടന്നു വരികയും ഇവിടെ അറബി ഭാഷയ്ക്ക് വലിയ പ്രചാരങ്ങൾ ഉണ്ടാവുകയും ഇവിടെ ധാരാളം ആളുകൾ ഖുർആനിനെ ഉൾക്കൊള്ളുകയും ഇസ്ലാമിനെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത ഒരു വലിയ ചരിത്രമുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടം തൊട്ട് യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട്. കാരണം അറബി ഭാഷ ആ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ പ്രചരിച്ചിരുന്നു എന്നുള്ളത്. എന്നിട്ടും സത്യത്തിൽ നമ്മുടെ ഒരു ചരിത്രത്തിൽ ഇങ്ങനെ കുറേ സഞ്ചരിച്ച് നോക്കുമ്പോൾ ഒരു അറിയപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്കിടയിൽ അറബി ഭാഷയുടെ പ്രചാരണം എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ചോദ്യമുണ്ട്. കാരണം വലിയ പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്, പ്രചരിച്ചില്ല. ഇപ്പോൾ സൈനുദ്ദീൻ മഖ്ദൂനെ പോലെയുള്ള പണ്ഡിതന്മാർ, അവരെഴുതിയ ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ, പിന്നീട് പിൽക്കാലത്ത് ഈ ആധുനിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ കെ എം മൗലവി അല്ലെങ്കിൽ വക്കം മൗലവിയെ പോലെയുള്ള ആളുകൾക്കൊക്കെ വിദേശത്തെ പണ്ഡിതന്മാരുമായും അറബി മാസികകളുമായും ഒക്കെ വലിയ ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അത് ഒരു അറബി ഭാഷയുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. കാരണം നമ്മൾ ചില ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഖുർആനിലെ ഏതെങ്കിലും ആയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂറത്തോ ഫാത്തിയോ മറ്റോ മാത്രം അറിയാവുന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലത്ത് ഒരു 1400 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിട്ട് ഏകദേശം ഒരു നൂറ്റാണ്ടിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള മുസ്ലിം നവോത്ഥാനത്തിന്റെ ആ ചരിത്രത്തിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ അപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ അത്ര ഒരു വലിയ കാര്യം കാണുന്നില്ല. അപ്പൊ അതിനെന്തെങ്കിലും എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള അതൊരു ചരിത്രമായി നമുക്ക് വായിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഈ മറ്റു ഭൂഖണ്ഡങ്ങളിൽ ആളുകൾ എത്തിയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇലെ ഫൽയുബല്ലിഗി ഷാഹിദുൽ ഗായിബ്, ഇവിടെയുള്ളവർ ഇല്ലാത്തവർക്ക് ഈ സന്ദേശം, ഈ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗത്തിന് നടത്തിയത്. ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം കേട്ട് മറ്റുള്ളവർക്ക് എത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്നു തന്നെ സഹാബിമാർ നാടിൻ്റെ പല ഭാഗത്തേക്കും പോയിട്ടുണ്ട് എന്നത് ചരിത്രപരമായി ഇസ്ലാമികമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഹദീസിൽ നിന്നൊക്കെ വ്യക്തമാണ്. അതിനപ്പുറത്ത് അറബികളുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ തന്നെ പുരാതന കാലം മുതൽ യമൻ തീരത്ത് നിന്ന് ഇപ്പം ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലേക്കും ഒക്കെ കച്ചവടക്കാർ വന്നിരുന്നു എന്നതും ഒരു തെളിയിക്കപ്പെട്ട മനുഷ്യ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ പ്രവാചകന്റെ ഈ മതപരമായ ഈ ആഹ്വാനത്തോടൊപ്പം അവരുടെ ചോരയിൽ വലിഞ്ഞു കിടന്നതാണ് കച്ചവടം. അതിനുവേണ്ടി എന്ത് ത്യാഗവും ചെയ്ത് ഇവിടെ അവരെത്തിച്ചേർന്നിട്ടുണ്ട്. സ്വാഭാവികമായും അവിടെ എത്തിച്ചേർന്നപ്പോൾ കച്ചവടമാണ് അവരുടെ ഒന്നാമത്തെ പരിഗണനയെങ്കിലും അവരുടെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടായിരുന്നു. അന്ന് കേരളക്കരയിൽ അവരെത്തിയപ്പോൾ ഈ കേരളക്കര അന്ന് പ്രത്യേകിച്ചും കേരളം വളരെ 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 പിന്നാക്കമുള്ള ഒരു ഫ്യൂഡലിസ്റ്റുകൾ ഏതായാലും പ്രമാണിമാരുടെ കീഴിൽ കുറേ അടിമകൾ ജീവിക്കുന്നൊരു കാലഘട്ടത്തിലാണ്. പിന്നെ ഇവിടെയാണെങ്കിൽ പരമ്പരാഗതമായി വന്ന ഏതോ ചില വിശ്വാസങ്ങളല്ലാത്ത യഥാർത്ഥത്തിൽ ഒരു മനുഷ്യപ്പറ്റുള്ള വിശ്വാസങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി അറബികൾ വന്നു, അവർ മനുഷ്യരോട്, തൊഴിലാളികളോട് നന്നായി പെരുമാറുന്നു, അവർ സമയത്ത് ആരാധനാകർമ്മങ്ങൾ നടത്തുന്നു, നല്ല വൃത്തിയുണ്ട് അവർക്ക്, കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച്
അവർ സത്യസന്ധമാകുന്ന, അവരുടെ തൊഴിലാളികളോട് പോലും അണാപ്പൈ തീർത്ത് സത്യസന്ധതയോടുകൂടി കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ കണ്ടപ്പോൾ ഈ കച്ചവടക്കാരുടെ കച്ചവട മനോഭാവവും അവരുടെ ഒരു ആദർശനിഷ്ഠയും കണ്ടപ്പോൾ സ്വാഭാവികമായും ഈ നാട്ടുകാർ ഇതൊരു വല്ലാത്ത ആദർശത്തിൻ്റെ അനുയായികളാണ്, വെറും കച്ചവടക്കാർ മാത്രമല്ല എന്ന് മനസ്സിലാക്കി ഇസ്ലാമിനെ കൂടി അവർ ഉൾക്കൊണ്ടു. അതാണ് ഒരു തുടക്കം നമ്മൾ കാണുന്നത്. അപ്പോൾ അവർ കച്ചവടക്കാർ വന്നിട്ട് ഇവിടെ മുസ്ലിമാക്കാൻ വേണ്ടി പ്രബോധനം ചെയ്തതല്ല. പക്ഷെ അവരെ നേരിട്ട് കണ്ടപ്പോൾ ഇവിടെയുള്ള ഈ തൊഴിലാളികൾ അവരുടെ ആ സമത്വബോധം, അവരെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിക്കുന്നു, അതിൻ്റെ ആ മര്യാദകൾ, അവരുടെ പ്രാർത്ഥനകൾ കണ്ടപ്പോൾ സ്വാഭാവികമായും ഇതൊരു നല്ല ആശയമാണെന്ന് കരുതി അടിമകളായി കഴിഞ്ഞിരുന്ന ആളുകൾക്ക് ഒരു സ്വാതന്ത്ര്യബോധം ഉണ്ടാവുകയും ഇസ്ലാമിനെ ഉൾക്കൊള്ളുകയും ചെയ്തു. അങ്ങനെയാണ് കേരളത്തിൽ ഇസ്ലാം ഉണ്ടാകുന്നത്. അവർ പ്രബോധനം ചെയ്തുണ്ടായതാണെന്ന് പറയാൻ വലിയ തെളിവുകളില്ല. പിന്നെ മാലിക് ദീനാറൊക്കെ വന്നപ്പോൾ പ്രബോധനങ്ങൾ വന്നിട്ടുണ്ട്, പള്ളികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഇസ്ലാം എവിടെയുണ്ടോ അവിടെ അറബി ഭാഷയുണ്ട്. കാരണം നമസ്കരിക്കണമെങ്കിൽ അറബി ഭാഷ കാര്യങ്ങൾ അറിയണം. അപ്പോൾ ഇവിടെ അറബി ഭാഷ ആ നിലക്ക് വന്നെങ്കിലും അതൊരു ഭാഷ എന്ന നിലക്ക് അതിനെ വ്യാപിപ്പിക്കാനുള്ള ബുദ്ധിപരമായോ അല്ലെങ്കിൽ ഒരു സാംസ്കാരികമായോ ചിന്താപരമായോ ഉള്ള കഴിവ് ഉള്ളവരായിരുന്നില്ല അവിടെ. ഇതുവരെ അടിമകളായി ഐത്തജാതിക്കാരായി വന്നിരുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവർക്ക് കിട്ടിയ ചെറിയ ആ ബോധവും ഭക്തിയും അല്ലാതെ അതനുസരിച്ച് അവർ ഖുർആൻ പഠിച്ചു. പള്ളികൾക്കുള്ളിൽ അറബികളും അല്ലാത്തവരും മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ ചെറിയ തൈക്കാവുകൾ, ആ തൈക്കാവുകൾക്കുള്ളിൽ അവർ ഫാത്തിഹയും സൂറത്തും ഇസ്ലാമികമായ ജീവിതത്തിന് ആവശ്യമായത് പഠിച്ചവർ അറബിയാണ്. ആ പള്ളികളിലുള്ള പഠിച്ചതാണ് പിന്നീട് ഇവിടെ പള്ളി ദർസുകളായിട്ട് വ്യാപിച്ചവർ. കേരളത്തിൽ ആ കാലഘട്ടം മുതൽ വലിയ പള്ളി ദർസുകൾ വളർന്നു വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. അപ്പം അങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു അറബി ഭാഷാ ചരിത്രം. പക്ഷേ അവർക്ക് ആ പള്ളി ദർസുകളിൽ കൂടി ദീനിൻ്റെ അപ്പുറം ഒരു ലോകഭാഷ എന്നൊന്നും അറിവിനെ പറ്റി പറയാൻ കഴിയില്ല. ദീനിൻ്റെ അപ്പുറത്തേക്ക് ഒരു വ്യാവസായിക ഭാഷയായിട്ടോ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക നാഗരിക ഭാഷയായിട്ടോ വളർത്തിയെടുക്കാനുള്ള ആ ഒരു സാംസ്കാരിക പശ്ചാത്തലം അവർക്കില്ലാതെ പോയി. അതായിരിക്കണം കുറേ നൂറ്റാണ്ടുകൾ ഇല്ലാതെ പോയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മറ്റൊരു ഈ വിഷയത്തിൽ, അതായത് ഇവിടെയുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇസ്ലാം സ്വീകരിച്ചു വന്നിട്ടുള്ളവരോ അല്ലാത്തവരോ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അഭിമുഖീകരിച്ചിരുന്ന ഒരു വലിയൊരു പ്രശ്നം കൊളോണിയൽ ശക്തികളുടെ അവർക്ക് മേലെ ഉണ്ടായിരുന്ന അധീശത്വമായിരുന്നു എന്നുള്ളത്. കാരണം അപ്പോൾ കൊളോണിയൽ ശക്തികൾ പോർച്ചുഗീസുകാർ തൊട്ട് ബ്രിട്ടീഷുകാർ വരെയുള്ള അത്രയും കാലം അവർക്ക് സ്വാഭാവികമായും അതിനെതിരെ, പ്രത്യേകിച്ച് കൊളോണിയലിസത്തിനെതിരെ ഏറ്റവും ശക്തമായ വികാരം ഉയർത്തിവിട്ടിരുന്നത് മുസ്ലിം പണ്ഡിതന്മാരും അതുപോലെയുള്ള ആളുകളൊക്കെ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മുസ്ലിങ്ങളോടും അതുപോലെ മുസ്ലിങ്ങൾ ഉൾക്കൊള്ളുന്ന അറബി ഭാഷയോടുമുള്ള വിരോധം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഒരു വായനയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പിന്നിൽ പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത് മുസ്ലിങ്ങളായിരുന്നു എന്നൊരു ചരിത്രം അല്ലെങ്കിൽ എന്നൊരു സത്യം മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ആ കാലത്ത് പൊതുവെ മുസ്ലിങ്ങൾക്ക് ആവശ്യമായ പ്രാഥമികമായ വിദ്യാഭ്യാസമോ മറ്റു കാര്യങ്ങളോ നൽകാൻ തയ്യാറാവാതെ വരികയും പിന്നീട് അവർക്ക് തന്നെ ബോധ്യമായി അതുകൊണ്ടൊന്നും ഇവരെ അവർ സമരമാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കി പിന്നെ അവരെ അടുപ്പിക്കുക, വിദ്യാഭ്യാസത്തിലൂടെ എങ്ങനെ അടുപ്പിക്കാൻ ശ്രമിക്കുക എന്നതിൻ്റെ പേരിൽ ആണ് അന്നത്തെ പിന്നെ വൈസ്രോയിമാരെല്ലാം ശ്രമിക്കുകയും അങ്ങനെ ഒരു ഓറിയൻ്റൽ സ്കൂളുകൾ സ്ഥാപിച്ചു തുടങ്ങിയ 1870-കളിൽ തന്നെ ഓറിയൻ്റൽ സ്കൂളുകൾ കൽക്കത്തയിലൊക്കെ ഓറിയൻ്റൽ സ്കൂളുകൾ സ്ഥാപിച്ചു തുടങ്ങി എന്നുള്ളൊരു ചരിത്രമുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു നിലക്കും ആ നിലക്ക് അവരെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ പിന്നീട് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും അങ്ങനെ കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർ സയ്യിദിൻ്റെയൊക്കെ നേതൃത്വത്തിൽ സർ സയ്യിദിനെ ഒരു കമ്മീഷനാക്കി ഒരു കമ്മീഷനെ നിശ്ചയിക്കുകയും ആ സർ സയ്യിദ് പിന്നെ അടങ്ങുന്ന കമ്മീഷനാണ് ഈ ഓറിയൻ്റൽ സ്കൂളുകൾ സ്ഥാപിക്കാനുള്ള മുൻകൈ എടുത്തത് എന്നുള്ളൊരു ചരിത്രം കേൾക്കുന്നുണ്ട്. അപ്പം ആ ഭാഗങ്ങളിൽ ആ നിലക്കുള്ള ഒരു ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ തന്നെ പിന്നീട് ഒരു വലിയ മുന്നേറ്റം ആ നിലക്ക് ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യയിലൊക്കെ. പക്ഷെ അതേസമയം നമ്മൾ കേരളത്തിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കേരളം അന്ന് ഇല്ലല്ലോ. കേരളം എന്ന് പറയുമ്പോൾ
ഈ മലബാറും പിന്നെ കൊച്ചിയും തിരുവിതാംകൂറാണ്. കൊച്ചിയും തിരുവിതാംകൂറും വെവ്വേറെയാണ്. മലബാറാണെങ്കിൽ അന്ന് മദ്രാസിൻ്റെ കീഴിലുമാണ്. അപ്പം ഈ തിരുവിതാംകൂർ പ്രദേശത്ത് ഇപ്പം നമ്മൾ അറിഞ്ഞൊരു ചരിത്രം കേൾക്കുമ്പോൾ വക്കമൗലിയുടെ ഒരു ചരിത്രമാണ് പ്രധാനമായും അറബി ഭാഷാ പ്രചാരണ രംഗത്ത് വക്കമൗലി നിർവഹിച്ച ഒരു വലിയ പങ്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വക്കമൗലിയുടെ ആ മേഖലയിൽ വക്കമൗലിയെ സംബന്ധിച്ചുള്ള ഒരു ആധികാരികമായ ഒരു വിവരണം എങ്ങനെയാണ് നമുക്ക് അത് നൽകാൻ സാധിക്കുക എന്നുള്ളത്? അല്ലേ, ഇപ്പോൾ നേരത്തെ സുഫിയാൻ സാഹിബ് പറഞ്ഞ പോലെ ഒരു ഇന്ത്യയിലെ അറബി ആ രൂപം തന്നെ, അതായത് കൊളോണിയൽ ശക്തികൾ ബോധപൂർവമായി മുസ്ലിങ്ങളുടെ വളർച്ച തടയാൻ അവർ ശ്രമിച്ചു. സ്വാഭാവികമായി മുസ്ലിങ്ങളുടെ വളർച്ച തടയുമ്പോൾ അവർ മുഖേനയുള്ള അവരുടെ സാംസ്കാരിക മതഭാഷ അതും അവിടെ ബന്ധിക്കപ്പെടും, അത് മുന്നോട്ട് പോകും. പക്ഷേ എന്നാൽ ആ കാലഘട്ടത്തിലും ഇന്ത്യയിലുണ്ടായിരുന്ന പഴയ രാജാക്കന്മാർ, നാട്ടുരാജാക്കന്മാരൊക്കെ മുസ്ലിങ്ങളുടെ കഴിവും മുസ്ലിങ്ങളുടെ അവരുടെ ആ ഒരു സാംസ്കാരിക ബോധവും അംഗീകരിച്ചിരുന്നു എന്ന് വേണം പറയാം. ഇപ്പൊ കേരളത്തിൽ തന്നെ ഇപ്പൊ സാമൂതിരിയെ പോലെയുള്ള ആളുകൾ മറ്റാരെക്കാളും ആദരിച്ചിരുന്നത് മുസ്ലിങ്ങളെ. അദ്ദേഹത്തിന്റെ സൈന്യത്തിലൊക്കെ. പിന്നെ പോർച്ചുഗീസുകാർക്കാണ് അത് സഹിക്കാൻ വയ്യാതെ ഇവിടെയുള്ള മുസ്ലിങ്ങളെ ബഹുമാനിക്കുന്നവരും അവരെ ശത്രുക്കളാക്കി മാറ്റിയിട്ട് ഇന്ത്യയിൽ നിന്ന് അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചത്. കേരളത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതായത് ഉത്തരേന്ത്യയിൽ മതൻ സ്കൂളുകളൊക്കെ ആരംഭിച്ചു. ഏകദേശം അതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം വക്കം മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത് അത് നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സാമൂതിരിയെ പോലെ തന്നെ ശ്രീമൂലം തിരുനാൾ ഒരു വർഗീയവാദി ആയിരുന്നില്ല. അദ്ദേഹം പൗരന്മാരെല്ലാവരും ഒരുപോലെ വളർന്നെങ്കിലേ രാഷ്ട്രം പുരോഗമിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ അന്ന് മുസ്ലിങ്ങളായ പൗരന്മാർ ഈ ഖുർആനും കുറച്ച് സൂറത്തും കുറച്ച് ആയത്തും പഠിച്ചാൽ അത് മതി. അതിൻ്റെ അപ്പുറം സ്കൂൾ വിദ്യാഭ്യാസം പോലും അവർക്ക് വേണ്ട. അതാരും പറഞ്ഞതാവണം എന്നില്ല, അല്ലെങ്കിൽ അവരതിൽ നിന്നൊക്കെ മാറിയിരിക്കുകയാണ്. പക്ഷേ ശ്രീമൂലം തിരുനാൾ കൊച്ചി അവിടെ മുസ്ലിങ്ങളും പഠിച്ച് എല്ലാ ഹിന്ദുക്കളുടെ കൂടെ മറ്റു സമൂഹത്തിൻ്റെ കൂടെ എത്തണമെന്ന് ആലോചിച്ചപ്പോൾ അതിനുള്ളൊരു മാർഗം അദ്ദേഹം ചിന്തിച്ചു. ഇവർ ഖുർആൻ പഠിക്കുന്നുണ്ട്, അവർക്ക് മതപരമായ കാര്യങ്ങൾ ചടങ്ങുകൾക്ക് വേണ്ട എല്ലാം പഠിക്കുന്നുണ്ട്, പക്ഷേ കണക്ക് പഠിക്കുന്നില്ല, ഇംഗ്ലീഷ് പഠിക്കുന്നില്ല. അപ്പോൾ എന്തായിരിക്കും? അപ്പോൾ അവർക്ക് പഠിക്കാൻ അറിയല്ലോ, അവരുടെ ഇഖ്റ വായിച്ച് പഠിക്കണം എന്നാണല്ലോ അവരുടെ വേദം പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. എന്ന് പറഞ്ഞാൽ സ്കൂളുകളിലേക്ക് ഖുർആൻ ടീച്ചറെ നിയമിക്കുക. അത് വക്കമൗലവി ആയിരിക്കണം. വക്കമൗലവിയുടെ ഒക്കെ ഒരു സന്ദേശം അതിലുണ്ടാവും. 1911 വക്കമൗലിയുടെ നേതൃത്വത്തിൽ ലജ്നത്തുൽ മുഹമ്മദിയ ആലപ്പുഴ ലൈബ്രറിയിൽ യോഗം ചേരുകയും അവിടെ പ്രധാനപ്പെട്ട മുസ്ലിം നേതാക്കളെയും മറ്റുള്ളവർക്ക് വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെ അവരൊരു മെമ്മോറാണ്ടം ശ്രീമൂലം തിരുനാളിന് അങ്ങനെയാണ് ബിഷപ്പിന്റെ കയ്യിലെത്തുന്നത്. അപ്പം അങ്ങനെ ഖുർആൻ ടീച്ചറെ നിയമിച്ചു സ്കൂളുകളിൽ. അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് പ്രത്യേകിച്ചും മലബാറിനേക്കാളും കുറേയും കൂടിയും ചിന്തിക്കുകയും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ വിദ്യാഭ്യാസപരമായി ചിന്തിച്ചത് അവരായിരുന്നു ആദ്യകാലം. അപ്പോൾ അവർ ഇന്നും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അവർ സ്കൂളിലേക്ക് കുട്ടികളെ അയക്കുക, എന്നാൽ അവർക്ക് ഖുർആനും പഠിക്കുക, ഖുർആൻ ടീച്ചർ അവിടെ ഉണ്ടല്ലോ, ആ കൂട്ടത്തിൽ ഇംഗ്ലീഷും പഠിക്കുക, കണക്കും പഠിക്കുക. അങ്ങനെ വന്ന് അത് വക്കമൗലവിയുടെ ഒരു പ്ലാനായിരിക്കാം. അത് ഏതായിരുന്നാലും ശ്രീമൂലം തിരുനാളിൻ്റെ ആ നല്ല മനസ്സ് അതിന് അന്നത്തെ അദ്ദേഹത്തിൻ്റെ ബിഷപ്പിനെ പോലെയുള്ള വിദ്യാഭ്യാസ ഡയറക്ടർമാർ അതിൻ്റെ പിന്നാലെ നിന്നു. അതുപോലെ സ്വാമി അയ്യർ എന്ന് പറയുന്ന അവരൊക്കെ അതിന് മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ മുസ്ലിങ്ങളെ നവോത്ഥാനം പിന്നെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം, അതാണ് ഖുർആൻ ടീച്ചർ എന്ന്. അത് പിന്നീട് വ്യാപിച്ച് ആലപ്പുഴ മദ്രസത്തുൽ മുഹമ്മദിയ, പിന്നീട് അങ്ങനെ വ്യാപിച്ച് തിരുവിതാംകൂർ കൊച്ചി ഭാഗത്ത് അറബി ഭാഷാ പഠനം ശക്തമായി മുന്നോട്ട് വന്നു. അത് കണ്ടപ്പോൾ മലബാറിലേക്കും അതിൽ തന്നെ ഈ ചരിത്രത്തിൽ ഇപ്പോൾ വക്കമൗലവി ആശ്രമം നടത്തി ആദ്യഘട്ടത്തിൽ അത് നല്ല വിജയിച്ചു. പക്ഷേ ഉണ്ടായിരുന്നൊരു പ്രശ്നം അന്ന് 25 കുട്ടികൾ, മുസ്ലിം കുട്ടികളുള്ള സ്ഥലത്ത് ഒരു അറബി ഖുർആൻ അധ്യാപകനെ ആണ് അത് നിയമിച്ചിരുന്നത്. പക്ഷെ അത്
ടൈം ടേബിളിന് പുറത്തായിരുന്നു. അതായത് ഔദ്യോഗിക ഔദ്യോഗിക സമയമല്ല, അതിന് മുമ്പുള്ള സ്പെഷ്യൽ ടീച്ചർ മാത്രമല്ല, വേറെ സമയത്തായിരുന്നു, സ്കൂൾ സമയത്തല്ല. അങ്ങനെയായിരുന്നു ചരിത്രം ഉണ്ടായിരുന്നത്. പിന്നീടത് സർ സി പിയുടെ കാലത്ത് ദിവാനായിരുന്ന സമയത്താണ് അത് മാറ്റി സ്കൂൾ സമയത്ത്. അപ്പം സർ സി പിയെ സംബന്ധിച്ച് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും സർ സി പി ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അവരൊക്കെ പിന്നെ സർ സി പി എന്ന് പറയുക രാജ്യത്തിന്റെ ഒരു പൊതു നന്മ വളർത്തിയെടുക്കുന്നതിൽ അവർ കുറെ അക്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും, അത് വേറെ വിഷയമാണ്. പക്ഷെ ഈ കാര്യത്തിൽ സർ സി പി ആണ് ഈ പുറത്തു നിന്ന അധ്യാപകനെ ഉള്ളിലേക്ക് കയറ്റിയെടുത്ത് സ്റ്റാറ്റസ് നൽകിക്കൊണ്ട് അധ്യാപകനാക്കി. അതൊരു വലിയ സംഭവം തന്നെയാണ്. കാരണം അത് തിരുവിതാംകൂറിലും അന്ന് ഏറ്റവും നമ്മളിപ്പോൾ കാണുന്ന മലബാറിലെ ഇപ്പം കാണുന്ന അറബി ഭാഷയ്ക്കുള്ള ഭയങ്കരമായ പ്രചാരണത്തിൻ്റെ 100 ഇരട്ടി പ്രചാരണം ആ കാലത്ത് തിരുവിതാംകൂറിലുണ്ടായിരുന്നു. മലബാറിലൊന്നത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. മലബാറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ 1498 പോർച്ചുഗീസുകാരുടെ കാലഘട്ടം തൊട്ട് അടിച്ചമർത്തലിന് വിധേയമായി നിന്നു. അവസാനത്തെ ജന്മികുടിയാൻ സംഘടനകളും ഒരുപാട് സംഘടനകളും അങ്ങനെ പോയി. 1921 ആ സമരം കഴിഞ്ഞതിന് ശേഷം ഒരു നമ്മുടെ മദ്രാസ് ഗവർണർ ഉണ്ടായിരുന്നു, സർ മുഹമ്മദ് ഉസ്മാൻ. സർ മുഹമ്മദ് ഉസ്മാൻ്റെ നേതൃത്വത്തിലൊരു കമ്മീഷനെ വന്നു. ആ കമ്മീഷനാണ് ഇവിടെ പിന്നെ മറ്റ് ഭൗതിക പഠനത്തിൻ്റെ കൂടെ മതപഠനം കൂടിയും ഏർപ്പെടുത്തണമെന്ന് സമന്വയിപ്പിച്ചുകൊണ്ടാണ്. അതെ. അപ്പോൾ ആ ഒരു ഇതിൽ മലബാറിൽ നമ്മൾ 911 അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ വക്കമ്മോലി തുടങ്ങുമ്പോൾ ഇവിടെ തുടങ്ങാൻ ആ നിലക്ക് സാധിച്ചിട്ടില്ല. ഔദ്യോഗിക മറ്റ് പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്, ഇപ്പോൾ ചാലകത്തെ പോലെയുള്ള പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. അങ്ങനെ പല പണ്ഡിതന്മാരും വലിയ വിപ്ലവം സൃഷ്ടിച്ച ആളുകളുണ്ട്, സ്വന്തമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല. അത് അന്ന് സാധിച്ചത് വക്കമൂലയ്ക്കായിരുന്നു. ഇവിടെ പിന്നീട് അതിന് എനിക്ക് മനസ്സിലാക്കുന്നത് 921 മുസ്ലിങ്ങൾക്കുണ്ടായ തിരിച്ചടി എന്ന് പറഞ്ഞാൽ വലിയ പിന്നെ ഒരു തിരിച്ചടിയാണെന്ന് ഉണ്ടായിട്ടുള്ളത്. ആ തിരിച്ചടിയിൽ നിന്ന് ഈ സമൂഹത്തെ എങ്ങനെ കരകയറ്റണം? ഇപ്പോൾ കെ മൗലവിയെ പോലുള്ള ആളുകൾ അന്ന് അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ നിന്ന് തിരിച്ചു വന്ന് 1930കളിൽ അവിടെ നൂറുൽ ഇസ്ലാം മദ്രസ ആരംഭിക്കുന്നു, തിരുവരങ്ങാടിയിൽ ആരംഭിക്കുന്നു. അതുപോലെയുള്ള ആ ഒരു ചരിത്രം ഉണ്ടല്ലോ. അതുപോലെ തന്നെ അതിന് മുമ്പ് 914 കട്ടിലശ്ശേരിയുടെ കട്ടിലശ്ശേരി ഒരു അത് വിദ്യാഭ്യാസം നിർബന്ധമാണ് എന്ന സന്ദേശം, ലാസിമാണ് എന്ന സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ 914 അപ്പോൾ അങ്ങനെ അവരൊക്കെ അതിൻ്റെ ഒരു ശിഷ്യനായിട്ടാണ് കരുവള്ളി മുഹമ്മദ് മോലി കടന്നു വരുന്നത്. കട്ടിശ്ശേരിയുടെയും അതുപോലെ തന്നെ MP നാരായണ മേനോൻ്റെയും ആ പ്രവർത്തനത്തിൻ്റെ ആകൃഷ്ടനായി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടാണ് കരുവള്ളി മുഹമ്മദ് മൗലവി അദ്ദേഹത്തിൻ്റെ പഠനം ആരംഭിക്കുന്ന ചരിത്രമുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ചരിത്രം ഓരോ ഘട്ടത്തിലേക്ക് പോകുമ്പം അപ്പോൾ വക്കമ്മോലി കഴിഞ്ഞാൽ പിന്നെ ആ അറബി ഭാഷാ പ്രചാരണ രംഗത്ത് ഇപ്പം കട്ടിലശ്ശേരി തുടങ്ങി വെച്ച പ്രവർത്തനം 1940കളുടെ ആരംഭത്തിലാണ് കരുവള്ളിയിലേക്ക് എത്തുന്നത്. അദ്ദേഹം ഉമറാബാദിൽ നിന്ന് തിരിച്ചു വന്നു, പഠനം കഴിഞ്ഞു. അദ്ദേഹത്തിന് പിന്നെ ഉറുദു ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും ബ്രിട്ടീഷുകാരുടെ കൂടെ കരുവള്ളി കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ട്. കോളാർ സ്വർണ്ണഖനിയിൽ അങ്ങനെ ജോലി ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. നാട്ടിലേക്ക് വന്നപ്പോൾ കട്ടിശ്ശേരിയും കരുവള്ളി അടുത്തടുത്താണ്. അപ്പൊ ആ സന്ദേശം അങ്ങനെയൊക്കെയുള്ള കുറെ പ്രാദേശിക മാത്രമല്ല അദ്ദേഹം തിരിച്ചു വരുമ്പോൾ 939 നിന്ന് ഉമറാബാദിൽ നിന്ന് തിരിച്ചു വന്ന് പിന്നെ കോലാർ പോയി. കോലാറിൽ നിന്ന് വീണ്ടും അദ്ദേഹം തിരിച്ചു വന്നിട്ട് എത്തുന്നത് മലപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിലാണ്. മലപ്പുറം ഗവൺമെന്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ COT കുഞ്ഞിപ്പക്കി സാഹിബിന്റെ, KM സാഹിബിന്റെ ഒരു ഇതിലാണ് പ്രസ്ഥാനം ആരംഭിച്ചത്. മലപ്പുറം സ്കൂളൊക്കെ ആരംഭിച്ചത് COT അതിനെ വളർത്തിയെടുത്തു. അതിലേക്കാണ് കരുവള്ളി വരുന്നത്. അപ്പോൾ അതൊരു വലിയ അറബി അദ്ദേഹം ഒരു ഉറുദു അധ്യാപകനായി ആരംഭിച്ചു. പിറ്റത്തെ വർഷം തന്നെ അറബി അതിനായി ആദ്യമായി SSLC കഴിഞ്ഞ അഫ്സൽ മക്കാറിന് SSLC കഴിഞ്ഞ ഒരാൾ കരുവള്ളി മുഹമ്മദ് മൗലവി ആയിരുന്നു. പിന്നെ കരുവള്ളിയുടെ ചരിത്രമാണ് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്. ഈ ഒരു സംഭവം കരുവള്ളിയാണ് അതിന്റെ മൊത്തം. അതായത് CH മുഹമ്മദ് കോയയുടെ ഇപ്പൊ കരുവള്ളി 62ലാണ് അദ്ദേഹത്തിന്റെ ആ വിദ്യാഭ്യാസ പ്രവർത്തനം കേരളത്തിൽ അദ്ദേഹം ആരംഭിക്കുന്നത്. അതിന് തന്നെയാണ് ഇവിടെ പിന്നെ ഒരു കൃത്യമായ കരിക്കുലം വരുന്നത്. അതുപോലെ അറബിക്ക് ട്രെയിനിങ്, അറബി അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. പിന്നെ LTTC
ലാംഗ്വേജ് ടീച്ചർ ട്രെയിനിങ് കോഴ്സ് വരുന്നത് 62 സിലബസ് അനുസരിച്ചാണ്. പിന്നെ മുസ്ലിം വിദ്യാഭ്യാസ ഇൻസ്പെക്ടറായി. പിന്നെ CH അതൊക്കെ ഒരു നിയോഗമാണെന്ന് പറയാം. പഠിച്ചവൻ്റെ ഒരു കലാ വേണമെങ്കിൽ പറയാം. CH വന്നതോടുകൂടി അതിനൊരു ആർജവം അദ്ദേഹത്തിന് കിട്ടി. അപ്പം EMSഉം ഒരു പരിധി വരെ അറബി ഭാഷക്ക് കരുവള്ളി EMSുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് ആ കാലഘട്ടം. അവരൊക്കെ അന്ന് ചിന്തിച്ചിരുന്നത് ഒരു അറബി ഒരു മുസ്ലിം ഭാഷ എന്നുള്ള നിലക്കല്ല, അത് കേരളത്തിലെ സമൂഹത്തിൻ്റെ ഒരു ആധ്യാത്മിക ഭാഷയും അതോ വളർന്നു വരുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഷ എന്നുള്ള നിലക്കാണ്. അങ്ങനെയാണ് കരുവള്ളി ആ രംഗത്ത് പ്രവർത്തിച്ച് പിന്നെ കരുവള്ളിയുടെ കൂടെ CHന്റെ ആ ഒരു ഭരണപരമായ ശക്തിയും അറബി അധ്യാപകർക്ക് കൊടുക്കുന്ന പ്രചോദനവും. അല്ല, കരുവള്ളിയുടെ ഒരു വലിയ സവിശേഷത ആ കാലത്ത് ഞാൻ മനസ്സിലാക്കിയത്, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളം 1956 രൂപം കൊള്ളുന്നു. 1957 ആദ്യത്തെ EMS മിനിസ്ട്രി വരുന്നു. ആ 1957 അദ്ദേഹം ബുദ്ധിപൂർവ്വം ചെയ്ത 2 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം നേരെ ചെന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മുണ്ടശ്ശേരിയെ കാണുന്നു. മുണ്ടശ്ശേരിയെ കണ്ടിട്ട് മലബാറിലെ അറബി അധ്യാപകരുടെ പ്രശ്നം അവതരിപ്പിക്കുന്നു. എന്നിട്ട് മുണ്ടശ്ശേരി നേതൃത്വത്തിൽ തന്നെ കരുവള്ളിയെ കൺവീനറാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു പഠന കമ്മിറ്റി ഉണ്ടാക്കുന്നു. അതേ കരുവള്ളി തന്നെ ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നു? ഉടനെ അറബി അധ്യാപകരെ വിളിച്ചുകൂട്ടി ഒരു അറബിക് പണ്ഡിറ്റ് 57 അത് പിന്നെ അന്ന് അറബി അധ്യാപകർ പല ഭാഗങ്ങളിലും ഉണ്ട്. അവർ സംഘടിച്ച് പല സംഘടനകളായി നിൽക്കുന്ന ഒരു കാലമായിരുന്നു. ഇപ്പം പ്രമുഖ സുന്നി പണ്ഡിതരായിരുന്ന CK കൈമരശ്ശേരി, കക്കാട് അത്ലമോലി, അവരുടെ നേതൃത്വത്തിലൊരു അറബിക് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്നാണ് ഉണ്ടായിരുന്നു. ഇപ്പുറത്ത് KK മുഹമ്മദ് മദനിയുടെ നേതൃത്വത്തിലൊരു വേറെ അറബിക് മുൻഷീസ് യൂണിയൻ KMല്ല, അത് വേറെ. പിന്നെ അതുണ്ട്. അപ്പോൾ ഇതിനെല്ലാം അന്ന് കരുവള്ളി ചെയ്തതെന്ന് വെച്ചാൽ ചന്ദ്രികാ പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു. അറബി അധ്യാപകരുടെ ഒരു യോഗം ചേർന്നു. അങ്ങനെയാണ് 1959 ഓഗസ്റ്റ് മാസത്തിൽ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ എന്ന പേരിൽ അദ്ദേഹം ആ സംഘടന രൂപീകരിക്കുന്നത്. അതിൽ ഫലക്കി മുഹമ്മദ് മൗലവി ആയിരുന്നു പ്രധാനപ്പെട്ട റോള് നിർവഹിച്ചിരുന്നത് ആ ചരിത്രത്തിൽ. അപ്പോൾ കരുവള്ളിയെ സംബന്ധിച്ച് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു മികച്ച സംഘാടകനാകുന്നു ഈ രംഗത്ത്. അറബി അധ്യാപകരെ സംഘടിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം. അപ്പുറത്ത് അദ്ദേഹം പിന്നെ അധികാരികളെ കണ്ട് ഈ കാര്യം ബോധ്യപ്പെടുത്തി അതിനാവശ്യമായ നടപടിക്രമങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കരുവള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ ഒരു വളരെ പ്രസരിപ്പുള്ള യുവത്വം. അല്ലാതെ എനിക്ക് കരുവള്ളിയെ ഓർമ്മ വരുന്നത് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ തൊട്ട് വർഷം മുമ്പ് ഞാനന്ന് പുളിക്കൽ AMM ഹൈസ്കൂളിലെ അധ്യാപകനായി കയറിയ കാലമാണ്. അപ്പോൾ അദ്ദേഹം അവിടെ വരുന്നത് ഒരു അറബി ഇൻസ്പെക്ടർ വരുന്നുണ്ട് എന്ന് ഞങ്ങളുടെ HM ഒരു ജോയ് ആണ്, കോട്ടയത്തുകാരൻ. അദ്ദേഹം 2-3 ദിവസം മുമ്പ് എല്ലാവർക്കും മെമ്മോ തന്നു. അറബിക് ഇൻസ്പെക്ടർ വരുന്നുണ്ട്, അറബിക് ക്ലാസ്സുകൾ പരിശോധിക്കും. അതിനുശേഷം വൈകുന്നേരം 3:30 മണിക്ക് ക്ലാസ് വിട്ടിട്ട് പിന്നെ അധ്യാപകരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം ഉണ്ടായിരിക്കും. എന്നിട്ട് അദ്ദേഹം അവിടുന്ന് പകുതി ഇംഗ്ലീഷും പകുതി മലയാളം കൂടിയും എല്ലാവർക്കും കൂടിയ ഒരു ഇതാണ്. അദ്ദേഹം എനിക്കിങ്ങനെ ഓർമ്മ ഉണ്ട്, പുളിക്കൽ അന്ന് 35-40 അധ്യാപകരുണ്ട്. അവരെ ഇരുത്തിയിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഞങ്ങളെ പരീക്ഷിക്കാൻ വന്നതാണ് അദ്ദേഹം. അറബി ഭാഷ എനിക്കന്ന് ഒരുപാട്, ഞാനത് അൺട്രെയിൻഡ് ആയിട്ടാണ് ചൊല്ലുന്നത്. അപ്പോൾ പഠിപ്പിച്ചെന്ന് മാത്രമല്ല, അധ്യാപകരെ വിളിച്ചിരുത്തി AMI സ്കൂളിൽ നിന്ന് അദ്ദേഹം ഒരു വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം പഠിപ്പിക്കേണ്ട രീതിയും പറഞ്ഞപ്പോൾ അദ്ദേഹം പോയതിൻ്റെ ശേഷം ഇതൊരു അറബി അധ്യാപകനല്ല, ഇദ്ദേഹം ഒരു വിദ്യാഭ്യാസ ചിന്തകനാണ് എന്ന് അവിടുത്തെ അധ്യാപകരന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ അവസാനത്തെ കൊല്ലം എനിക്ക് IME ആയിട്ട് വന്ന ആൾ അദ്ദേഹമാണ്. ഒരുപാട് ചിന്തകൾ അത് മുസ്ലിം വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ തന്നെ സാഹിത്യ രംഗത്തും ഒക്കെ ഒരുപാട് ചിന്തകൾ. അപ്പം കേരള മുസ്ലിം ഇസ്ലാമിക് സെമിനാറുകൾ ഇതൊക്കെ കരുവള്ളിയുടെ ഒരു സംഭാവനകളായിട്ട്. ആ കരുവള്ളിൻ്റെ കൂടെ പിന്നീട് എന്താണ് അദ്ദേഹത്തിന് പ്രചോദനമായി മങ്കട പ്രൊഫസർ അബ്ദുൽ അസീസ് മൗലവി, പിന്നെ സുഫിയാൻ സാഹിബിൻ്റെ പിതാവ് അമാലി മദനി വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതൊക്കെ എൻ്റെ അധ്യാപന കാലഘട്ടത്തിൻ്റെ ആദ്യ കാലഘട്ടം. ഇതൊരു സംഭവമായി മാറിയത്. അമാലി മദനി വന്നു. കരുവള്ളി പിന്നെ ബുദ്ധിപരമായും മറ്റും ആണെങ്കിൽ പോലും ഈ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ബഹളം വെച്ചിട്ട് ഇതിൻ്റെ ഒരു പിന്നെ നവോത്ഥാനം ഉണ്ടാക്കൽ അദ്ദേഹത്തിൻ്റെ പ്രകൃതല്ല, വളരെ ശാന്തനായിരുന്നു. പക്ഷേ മങ്കട അബ്ദുൽ അസീസ് മൗലവി അതുപോലെ കൊളത്തൂർ മൗലവിയുടെയൊക്കെ സഹായത്തോടു കൂടി അമാലി മദനിയാണ്
പിന്നീട് ഇതിനെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റിയത്. അന്നുണ്ടായിരുന്ന KTFന്റെ സമ്മേളനം എന്നൊക്കെ പറഞ്ഞാൽ കേരളം വരെ കാതോർത്ത സമ്മേളനം. മറ്റു മതസംഘടനകൾക്കും പിന്നെ വിദ്യാഭ്യാസ സംഘടനകൾക്കും അതുപോലത്തെ ഒരു സമ്മേളനങ്ങളും നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹമൊക്കെയാണ് ഈ ഒരു പാഠപുസ്തക കമ്മിറ്റിയിലേക്ക് വെച്ചത്. അതായത് വലിയൊരു കെട്ടുമായിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ ഒരു വാതിൽക്കൽ കൂടി മുമ്പ് കടക്കും. വലിയ കെട്ട്, കുറേ കവറുകൾ. അതായത് ഓരോ പ്രദേശത്തുള്ള അറബി അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മെമ്മറോണ്ടങ്ങളാണ്. എന്നിട്ട് സെക്രട്ടേറിയറ്റ് കൂടി ഇങ്ങനെ കടന്നിട്ട് വൈകുന്നേരം സെക്രട്ടേറിയറ്റിൻ്റെ അവസാനത്തെ വാതിലിൽ കൂടി പുറത്ത് കിടക്കുമ്പോൾ വേറൊരു കെട്ടുണ്ടാവും. അത് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത മെമ്മറോണ്ടങ്ങളുടെ മറുപടികളാണ് അത്. ഇത് പുതിയ കൊടുത്തു. ഇനി പിന്നത്തെ ആഴ്ച വന്നിട്ട് അങ്ങനെ ഇതൊരു ജനകീയമാക്കി. അത് ഇപ്പം എൻ്റെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ കാണുന്നത് നേരം വെളുത്താൽ അറബി അധ്യാപകരുടെ പ്രവാഹമാണ്. ഓരോ ആളുകളും അവരുടെ പ്രശ്നങ്ങളുമായിട്ട് കടന്നു വരുന്നു. അവരുടെ ഭക്ഷണമാണെങ്കിലും അവരെല്ലാ കാര്യങ്ങളും അവിടുന്ന് അങ്ങനെ കഴിഞ്ഞ് അവരെ കൂടെ അപ്പോൾ തന്നെ അന്ന് വൈകുന്നേരത്തെ ട്രെയിൻ ഞാൻ തിരുവനന്തപുരത്തേക്ക് കക്കാടുന്ന് ബസ്സുകാരൻ എൻ്റെ കൂടെ ഇന്നെ ഒരിക്കൽ പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. കക്കാടുന്ന് ബസ് കയറി അവിടെ നമുക്ക് എടപ്പാട് വരെ പോവാം, അത് തൃശ്ശൂർ വരെ പോവാം. തൃശ്ശൂരിൽ നിന്ന് പിന്നെ വേറെ ബസ്സിന് പോവാം. അങ്ങനെ പോയി അതിന് കരുവള്ളിയോട് ചോദിച്ചിട്ടല്ലാതെ മദനി ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. പിന്നെ കൊളത്തൂർ, കരുവള്ളി, മങ്കട, കക്കാട് അബ്ദുള്ള മൗലവി, ആ ദ്വയങ്ങള് ഒരു ഭയങ്കര സംഭവമാക്കി മാറ്റി. പക്ഷെ മങ്കട അബ്ദുൽ അസീസ് മൗലവി സത്യം പറഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ ഇപ്പം KTFന്റെ ആദ്യകാല പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. പിന്നെ കോളേജിലേക്ക് പോയതിന് ശേഷമാണ് പിന്നീട് ഇതിലേക്ക് പിന്നെ അഹമ്മദ് അലി മദനി പ്രസിഡൻ്റാകുന്നതും പിന്നെ KK മുഹമ്മദ് മദനി വരുന്നതും അങ്ങനെ വരുന്നത്. പിന്നെ 1978 മുതൽ, അതായത് 1964 മുതൽ 1978 വരെ അഹമ്മദ് അലി മദനി അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് 1990 വിരമിക്കുന്നത് വരെ പ്രസിഡന്റുമായിരുന്നു. അപ്പോൾ ആ ഒരു കാലം എന്ന് പറഞ്ഞത് ഒരു അങ്ങനത്തെ ഒരു കാലം. വിരമിച്ചതിന്റെ ശേഷവും മദനി, കക്കാട്, പിന്നെ അതിന്റെ അവരൊരു ഇമാം എന്നൊരു സംഘടന ഉണ്ടെങ്കിലും KTF മൂപ്പര് അവരെന്നെ ഒന്ന് കൈകാര്യം. അൽഹംദുലില്ലാ ഇന്നിപ്പോൾ അന്നത്തെ ഒരു അപേക്ഷിച്ച് ഞാനിങ്ങനെ നോക്കുകയാണെങ്കിൽ അന്ന് ഒരു അറബി ലെറ്റർ വിദേശത്തേക്കൊക്കെ അയക്കണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ കൊണ്ടുപോയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ പോയിട്ട് ഇന്ന് അറബി ഭാഷ നമ്മുടെ വളർന്നു വരുന്ന ചെറുപ്പക്കാർ വളരെയധികം ഉയർന്ന ഭാഷാപരമായ അത് പല ഘടകങ്ങളുണ്ട്, സാമ്പത്തിക, രാഷ്ട്രീയ ഘടകങ്ങളൊക്കെ ഓർത്ത് ഇന്നും നല്ലൊരു അറബി സമൂഹം ഇവിടെയുണ്ട്. ഇപ്പോൾ അതിൽ ശരിക്കും നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്ത ഒരു പേരാണ് CHന്റെ പേര്. മറക്കാൻ പറ്റാത്ത. അതായത് 1957 ആദ്യത്തെ മിനിസ്ട്രി വന്നപ്പോൾ അദ്ദേഹം അതിന് ഈ അറബി അധ്യാപകർക്ക് വേണ്ടിയിട്ട് വളരെയധികം ശ്രമിച്ചു. അങ്ങനെയാണ് ഒരു സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ എന്ന പേരിലെങ്കിലും അറബി അധ്യാപകർക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറിയിരിക്കാൻ സാധിച്ചത്. പിന്നീട് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന 1967 അദ്ദേഹം ചെയ്യുന്നത് അവരെ സ്പെഷ്യലൈസ്ഡ് നിന്ന് മാറ്റിയിട്ട് ഭാഷാധ്യാപകരായി അംഗീകരിക്കുകയും അതുപോലെ തന്നെ 100 കുട്ടികളുണ്ടെങ്കിലേ ഒരു പോസ്റ്റ് അനുവദിക്കാവൂ എന്നുള്ളതിൽ നിന്ന് 20 കുട്ടികളുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് അനുവദിക്കണം എന്നതിലേക്ക് CH ആണത് മാറ്റിയെടുത്തത്. പിന്നെ അത് മാത്രമല്ല CHന്റെ ആ ഒരു സമയത്ത് 1979 വരെ CHന്റെ അദ്ദേഹം മുഖ്യമന്ത്രിയായി പോകുന്ന 67 വിദ്യാഭ്യാസ മന്ത്രിയായി, പിന്നീടും അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി, പിന്നീട് അച്യുതമേനോൻ്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ ചാക്കീരി ആണെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയായി, പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയായി. പിന്നീട് വരുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് പിന്നീട് വന്ന മിനിസ്ട്രിയാണ് അറബി ഭാഷയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള 3 നിയമങ്ങൾ, അക്കമഡേഷൻ, ഡിക്ലറേഷൻ, ക്വാളിഫിക്കേഷൻ എന്ന് ഈ 3 നിയമങ്ങൾ കൊണ്ടുവന്നത്. ആ 3 നിയമങ്ങൾ സത്യത്തിൽ നടപ്പാക്കാൻ അവർ ശ്രമിച്ചത് ഭാഷാബോധനം എന്ന പേരിലാണ്. കാരണം മാതൃഭാഷയാണ് LP ക്ലാസ്സുകളിൽ പഠിപ്പിക്കേണ്ടത്, അവിടെ മറ്റ് ഭാഷകൾ പഠിപ്പിക്കാൻ പാടില്ല എന്ന് വളരെ ശാസ്ത്രീയമെന്ന രൂപത്തിൽ അവർ അവതരിപ്പിച്ചുകൊണ്ടാണ് അത് കൊണ്ടുവന്നിരുന്നത്. പക്ഷെ അന്ന് അറബി അധ്യാപകർക്ക് മറ്റ് ഒരു മാർഗമില്ല. ആ 3 നിയമം എന്ന് പറഞ്ഞാൽ അക്കമഡേഷൻ എന്ന് പറഞ്ഞാൽ 20:20 ഇത് വേണം, സ്പേസ് വേണം, അതും തന്നെ വേറെ കെട്ടിടം ഉണ്ടാക്കണം. ആ കെട്ടിടം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പോകുന്നത്. കാരണം ഇത് റെഗുലർ അല്ല എന്നാണ് അവരുടെ വാദം. ഇത് പാരലൽ വിദ്യാഭ്യാസമാണ്. അറബി പഠനം എന്ന് പറഞ്ഞത് പാരലൽ വിദ്യാഭ്യാസമാണ്, അത് റെഗുലർ അല്ല. അതുകൊണ്ട് ഇതിന് നമ്മുടെ സ്ഥിരം നമ്മുടെ ബിൽഡിങ്ങിലല്ല, അത് വേറെ തന്നെ ബിൽഡിംഗ് വേണം എന്നുള്ളതാണ്. 2 പിന്നെ ക്വാളിഫിക്കേഷൻ. അന്നത്തെ അറബി അധ്യാപകർക്ക് SSLC
ആണ് പിന്നെ ഇല്ല, SLC വേണ്ടെന്നാണ്. SLC ഒന്നില്ല, ആർക്കും SLC ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് SLC വേണം എന്നൊരു നിയമമായിരുന്നു. പിന്നെ മൂന്നാമത് ഈ ഡിക്ലറേഷൻ ഓരോ രക്ഷിതാവും വന്ന് എൻ്റെ കുട്ടി അറബി പഠിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇത് മൂന്നും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. അതോടുകൂടി അറബി പഠനം ഇല്ലാതാക്കാൻ സാധിക്കുമെന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. പക്ഷെ അതിനെതിരെ സമരം ചെയ്ത അറബി അധ്യാപകരോട് സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ട് CH ആണ് പറഞ്ഞത്, നിങ്ങൾ പോവുക, നിങ്ങൾ വീട്ടിലേക്ക് പോവുക, നിങ്ങൾ സ്കൂളുകളിലേക്ക് പോവുക, നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക, ഈ സമരം ഞങ്ങളേറ്റ് സമുദായം. യഥാർത്ഥത്തിൽ കേരളത്തിൽ അതാണ് 1980 ജൂലൈ 30. ഞാൻ ആ സമരത്തിൽ എന്നെ മുമ്പിൽ ഇരിക്കുന്ന സമയത്താണ്, പടിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഒരു മറുവശം ഉണ്ടായി. എന്താ പറയുക, ഇവർ ഈ അക്കമഡേഷൻ, ഡിക്ലറേഷൻ, പിന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ അതിൽ നിന്ന് അറബി അധ്യാപകർ പ്രചോദനം ഉൾക്കൊണ്ടിട്ട് പിന്നീട് ഈ ക്വാളിഫിക്കേഷൻ എന്നത് ഇന്ന് ഏതൊരു സ്ഥാപനത്തിൽ ഏതൊരു അറബി അധ്യാപകർ LP സ്കൂളിലായിരുന്നാൽ പോലും അവന് BEdും സെറ്റും നെറ്റും ഡോക്ടറേറ്റും ഒക്കെയുള്ള ധാരാളം ആളുകൾ, ഒരു വിസ്ഫോടനം തന്നെയായിരുന്നു അറബി അധ്യാപന രംഗത്തൊരു വലിയൊരു വിസ്ഫോടനം ഉണ്ടായി എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അപ്പോൾ അത് CHൻ്റെ ഒരു വലിയ ഒരു അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഒരു ഇച്ഛാശക്തി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ പിന്നെ സത്യത്തിൽ പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ ഒരു സർക്കാരിനും അത്ര ധൈര്യം വന്നിട്ടില്ല അങ്ങനെയുള്ള ഒരു നിയമം. അതിൽ വേറെ ഒന്നും കൂടി ഞാൻ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ CHൻ്റെ ഒരു ഉൾക്കാഴ്ചയായിരുന്നു എന്നാണ്. കാരണം അറബ് നാടുകൾ എല്ലാ അർത്ഥത്തിലും വികസിച്ചു വരികയാണെന്നും അറബി ഭാഷ ലോകത്തിൻ്റെ ഒരു ഭാഷയായി, അന്നൊന്നും ഇപ്പോൾ UNOൻ്റെ ഇതൊന്നും ഇല്ലല്ലോ, പക്ഷെ അതൊരു ഭാഷയായിട്ട് മാറുമെന്നും അന്ന് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും അറബി ഭാഷ ആവശ്യമായി വരുമെന്നുമുള്ള ഉൾക്കാഴ്ചയായിരുന്നു CHന് അന്ന്. ഇന്നിപ്പം നമ്മുടെ പിന്നെ പുതിയ ഇന്നത്തെ പത്രത്തിൽ ഇപ്പോൾ കൊച്ചി യൂണിവേഴ്സിറ്റിയിലാണ്, പിന്നെ MG യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, MA അറബിക്ക് ഫസ്റ്റ് റാങ്ക് ഒരു നോൺ മുസ്ലിമായ ഒരു പെൺകുട്ടിക്കാണ് റാങ്ക് കിട്ടിയില്ല. അപ്പോൾ എത്രയോ ഇപ്പം പല സ്കൂളുകളിലും അറബി അധ്യാപകരായിട്ട് ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. മലപ്പുറം TTIയിൽ 6-7 പെൺകുട്ടികൾ, ഒരാൺകുട്ടിയും 6-7 പെൺകുട്ടികളും നല്ല അറബി കൈകാര്യം ചെയ്യുന്ന അവിടെ ലാംഗ്വേജ് ടീച്ചർ ട്രെയിനിങ്ങിന് വരികയും അവർ അതിൽ നന്നായി വിജയിച്ചു പോവുകയും ചെയ്തു. നല്ല ടീച്ചർമാരായിരുന്നു. ചിലപ്പോൾ ചില കുട്ടികളൊക്കെ ഞാൻ ഇപ്പോഴും മാറി. അപ്പം ഞാൻ പറയുന്നത് ആ ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അറബി വ്യാപനം കേരളത്തിൽ ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ പല ആളുകൾക്കും വിദേശ രാജ്യത്തേക്ക് പോകാനും ഒരു 2-3 മാസം കൊണ്ട് തട്ടിപ്പടിച്ച് അവർക്ക് 10ാം ക്ലാസ് വരെ പഠിച്ച അറബി വികസിപ്പിച്ച് നല്ല പോസ്റ്റുകളിലെത്താൻ. ഇന്ന് മലയാളികൾ നമ്മൾ വിചാരിക്കുന്ന മാതിരില്ല, നല്ല പോസ്റ്റുകളിൽ അവിടെ ഉണ്ട്. അറബികളെപ്പോലെ സംസാരിക്കുകയും കൈകാര്യം ചെയ്യുന്ന പോസ്റ്റുകളിൽ അവിടെ ഉണ്ട്. അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ അവരുണ്ട്. ഇനി അറബികളല്ലാത്ത മറ്റു സഹോദര മത സമൂഹത്തിൻ്റെ ആളുകളും ഇന്നിപ്പോൾ അതൊരു അവസ്ഥ എന്താ പറഞ്ഞാൽ അറബി ഭാഷ പഠിക്കാൻ മറ്റുള്ള ആളുകൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ. ഇപ്പം ചൈനയിൽ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം പറഞ്ഞു അവിടെയൊക്കെ അറബി ഭാഷ പഠിപ്പിക്കുന്നുണ്ട് എന്ന്, ട്യൂഷൻ പഠിപ്പിക്കുന്നു. കാരണം അറബി നാടുകളിൽ ജോലി കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ പിന്നെ അമേരിക്കൻ നാടുകളിലൊക്കെ അറബി ഭാഷ പഠിക്കാൻ താല്പര്യപ്പെടുന്ന മറ്റു സമുദായക്കാരുണ്ട്. കാരണം അവരുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ പിന്നെ എക്കണോമിക്കൽ വളർച്ചയാണ് ആവശ്യം. പക്ഷെ അതൊക്കെ ആയിരിക്കണം ഒരു പക്ഷേ CHനെയൊക്കെ ഒരു സാമുദായികമാക്കി ഇവരിതിനെ അറബി ഭാഷ മുസ്ലിങ്ങളുടെ ഒരു മതഭാഷയാക്കി മാറ്റാൻ ശ്രമിച്ചപ്പോൾ അതല്ല, ഇത് ലോകത്തിൻ്റെ ഭാഷയാണെന്ന് ചിന്തിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും അതായിരിക്കാം അത്ര ധൈര്യമായി കേരളത്തിൽ അദ്ദേഹം മുന്നോട്ട് വന്നത്. അതിൻ്റെ ഒരു ഫലം കിട്ടിയിട്ടുണ്ട്, യാതൊരു സംശയമില്ല. ഇനിയിപ്പം ഈ അടുത്ത ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ തലമുറ അല്ലെങ്കിൽ അടുത്ത തലമുറ അവർക്ക് ആവശ്യമായ നിലവിൽ ഇപ്പം നമ്മൾ അധികാരികളും സർക്കാരുകളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന അറബി ഭാഷാ മേഖലയുടെ വികാസത്തിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഒരു അറബി അങ്ങനെയൊക്കെയാണെങ്കിലും അറബ് നാടുകളുടെയും ഒരു അറബി നാടിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അറബി ഭാഷയുടെ തന്നെയാണ്. ഭാഷയാണ് ഒരു രാജ്യവുമായി ഉള്ള ലിങ്ക്. ആ നിലക്ക് ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തിന് പ്രത്യേകിച്ചും കേരളത്തിനൊക്കെ അറബ് ഭാഷ നൽകുന്ന പരിരക്ഷ കുറച്ചൊന്നുമല്ല. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു 70കൾക്ക് ശേഷം അതിനനുസരിച്ചുള്ള ഒരു പരിഗണന അറബി ഭാഷയ്ക്ക് കിട്ടിയിട്ടില്ല. സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും അറബി ഭാഷ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു അറബിക് യൂണിവേഴ്സിറ്റി
അല്ലെങ്കിൽ അറബി ഭാഷയുടെ അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അറബി ഭാഷ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പുതിയ കോഴ്സുകൾ, പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇതൊന്നും മുസ്ലിങ്ങൾക്കല്ല. മുസ്ലിങ്ങൾ അറബി പഠിക്കാൻ അതിനൊരുപാട് സംവിധാനങ്ങൾ ഇവിടെ വേറെയുണ്ട്. അവർക്ക് ദീനോട് മതം പഠിക്കാനും അറബി പഠിക്കാനൊക്കെ. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ വളർച്ച എന്ന നിലക്ക് ആ വളർച്ചയ്ക്ക് ആവശ്യമായി അഡ്വാൻസ്ഡ് അറബി കോഴ്സുകൾക്ക് ആവശ്യമായ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതുപോലെ തന്നെ പുതിയ കോഴ്സുകൾ ഒരു അറബിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ, ഇതൊക്കെ ഇവിടെ വളർന്നു വരാതെ ഒരിക്കലും ഇതിന് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. അപ്പം പറയുന്നത് സർക്കാരുകൾ ചിന്തിക്കുന്നത് മതപരമല്ലെങ്കിൽ, ഒരു വർഗീയമായി ചിന്തിക്കുന്നില്ല, രാജ്യത്തിൻ്റെ വികസനമാണ് ചിന്തിക്കുന്നതെങ്കിൽ വിദ്യാഭ്യാസ മേഖലകളിൽ സർക്കാരിന് ഈ ഭാഗത്തേക്ക് കൊടുക്കാൻ ഒരുപാടുണ്ട്. അത് പലരും കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു ശാഠ്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കൊടുക്കേണ്ടതാണ്, അത് ആവശ്യമാണ്. ഏതായിരുന്നാലും നമ്മൾ ലോക അറബി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വളരെ വിശാലമായ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു മേഖലയാണ് നമ്മുടെ അറബി ഭാഷ പഠനവും അതിൻ്റെ പ്രചാരണവും എന്നൊക്കെ പറയുന്നത്. ഏതായിരുന്നാലും ഇങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരമൊരു ചർച്ച നടത്താൻ സാധിച്ചതിൽ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും ബഹുമാനായ കുഞ്ഞുമുഹമ്മദ് മദനി പറപ്പൂരിനെ പോലെയുള്ള അറബി അധ്യാപക രംഗത്ത് മാത്രമല്ല ഭാഷാ പാണ്ഡിത്യ രംഗങ്ങളിലൊക്കെ ഒട്ടേറെ സേവനങ്ങൾ അർപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തെ പോലെ ഒരാളെ നമുക്ക് ഈ ഒരു അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചർച്ചയ്ക്ക് ലഭിച്ചത് ഏറെ സന്തോഷകരമായൊരു കാര്യമാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. കൂടുതൽ കാലം ഇനിയും ഈ സമുദായത്തിനും സമൂഹത്തിനും സേവനം ചെയ്യാനുള്ള എല്ലാ തൗഫീഖും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.